ആലുവ റൂറൽ എസ്.പി. ന്യൂസ് 18 ആലുവ റൂറൽ പരിധിയിൽ 200-ലധികം ഗുണ്ടകളെ പിടികൂടി. വ്യാപക പരിശോധനയ്ക്കായി എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പോലീസ് നിരീക്ഷണം ശക്തമാക്കി. അതേസമയം റിയാസിന്റെ അറസ്റ്റിൽ കൂടുതൽ തെളിവുകൾ ലഭിച്ചു. റെയ്ഡ് തുടരുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. പെരുമ്പാവൂർ അനസിനെ നാട്ടിലെത്തിക്കും. അനസിനെ നാട്ടിലെത്തിക്കുന്നതിനായുള്ള നിയമ നടപടികൾ പുരോഗമിക്കുന്നതായും അദ്ദേഹം സൂചിപ്പിച്ചു. അന്വേഷണം തുടരുകയാണെന്നും റൂറൽ എസ്.പി. പറഞ്ഞു. സംസ്ഥാനത്തെ ഗുണ്ടകളെ പിടികൂടാൻ വേണ്ടി പോലീസിന്റെ ഓപ്പറേഷൻ ആഗ് ഇതിനോടകം തന്നെ 5000-ലധികം ഗുണ്ടകളെയാണ് പിടികൂടിയത്. ആലുവ റൂറൽ പരിധിയിൽ ഈ ഓപ്പറേഷൻ ആഗ് എവിടെ വരെ എത്തി? ഈ കാര്യങ്ങൾ ന്യൂസ് 18 പങ്കുവയ്ക്കുന്നു ആലുവ റൂറൽ എസ്.പി. വൈഭവ് സക്സേന. സർ, നമസ്കാരം. ഓപ്പറേഷൻ ആഗ് സംസ്ഥാനം മുഴുവനായി വലിയ രീതിയിൽ പോലീസിന്റെ വലയത്തിലാണ് ഈ ഗുണ്ടകൾ. ആലുവ റൂറലിന്റെ പരിധിയിൽ ഓപ്പറേഷൻ ആഗ് എവിടം വരെ എത്തി? തീർച്ചയായിട്ടും ഒരു വ്യാപകമായ ഈ ഗുണ്ടകളിനെ എത്ര ഒരു ഡ്രൈവ് നടത്തുന്നുണ്ടോ മുഴുവൻ സ്റ്റേറ്റ് വൈഡ് ആണോ. സോ നമ്മുടെ ജില്ലയുമിൽ ഈ കഴിഞ്ഞ 3 ദിവസങ്ങളിലൊക്കെ തന്നെ മോർ ദാൻ 200 ഗുണ്ടകൾക്ക് നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇത് വളരെ വ്യാപകമായ രീതിയിൽ പിന്നെ കുറേ NDPS കേസുകൾ 107 പ്രൊസീഡിങ്സ് കാപ്പ പ്രകാരം പുതിയ ആൾക്കാരിനെ എത്ര പ്രപ്പോസൽസ് ഇത് എല്ലാ കാര്യങ്ങൾ ഒരുമിച്ച് നടത്തുന്നുണ്ടോ. പിന്നെ റൗഡി പരേഡ് നടക്കാൻ വേണ്ടി എല്ലാ പോലീസ് സ്റ്റേഷൻസ്ക്ക് കർശനമായ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടോ. വളരെ കർശനമായ രീതിയിൽ ഡ്രൈവ് നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഗുണ്ടകള് നമുക്ക് ഈ അടുത്തിടയിൽ ഗുണ്ടകളുടെ ആക്രമണം ചൊവ്വരയിലടക്കം വലിയ രീതിയിൽ ഗുണ്ട ആക്രമണം പരസ്യമായി വരുന്നു. നാട്ടിലിറങ്ങി അവർ വെല്ലുവിളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. പോലീസിന്റെ സുരക്ഷ എത്രത്തോളം കർശനമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ എല്ലാ സ്റ്റേഷൻ മൊബൈൽസ് ഫുൾ ടൈം പുറത്താണ്. വളരെ ശക്തമായ രീതിയിൽ പെട്രോളിംഗ് നടത്തുന്നുണ്ടോ. എന്തെങ്കിലും ഒരു സംഭവം നടക്കാനെങ്കിൽ പ്രീവിയസ് എനിമിറ്റിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ വൈരാഗ്യന്റെ ഭാഗമായിട്ട് ഉടൻ തന്നെ പോലീസ് സ്ഥലമിൽ എത്തിയിട്ട് എല്ലാ റെസ്പോൺസ് കൊടുക്കാറുണ്ടോ. ഇതുവരെ നമ്മുടെ ജില്ലയിൽ ഏകദേശം എല്ലാ കേസുകളിൽ ഉടൻ തന്നെ ഈ വളരെ പ്രോംപ്റ്റ് ആക്ഷൻ പോലീസിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ആൻഡ് പ്രിവെൻഷൻ ചെയ്യാൻ വേണ്ടിയും കുറേ കാര്യങ്ങൾ നടത്തുന്നുണ്ടോ. കുറേ സ്പെഷ്യൽ ഡ്രൈവ്സ് നടത്തുന്നുണ്ടോ. ഏരിയ ഡോമിനേഷൻസ് പ്രത്യേകിച്ചും അതിഥി തൊഴിലാളികളുമായി ബന്ധപ്പെട്ട ഏരിയാസിൽ പെരുമ്പാവൂർ സൈഡിൽ ആലുവ സൈഡിൽ നടക്കാറുണ്ടോ. സോ വളരെ കർശനമായ രീതിയിൽ വളരെ സജീവമായ രീതിയിൽ ഡ്രൈവ് നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പെരുമ്പാവൂർ അനസിന്റെ അനുയായിയായ റിയാസിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യുകയും അതിനോടനുബന്ധിച്ച് തോക്കുകളടക്കം പിടികൂടുകയും ചെയ്തു. ആ അന്വേഷണം ഏതുവരെയാണ് സാർ ഇപ്പോൾ എത്തി നിൽക്കുന്നത്? തീർച്ചയായിട്ടും അത് പല കേസുകളുടെ ഇൻവെസ്റ്റിഗേഷനിന്റെ ഭാഗമായി ഇത് ഡിറ്റക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഡിറ്റക്ഷൻ കഴിഞ്ഞിട്ട് കുറേ തെളിവുകൾ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടോ. കുറേ ഇൻഫർമേഷൻ ഉണ്ടോ. ഇൻഫർമേഷനിന്റെ ഭാഗമായിട്ട് സ്ഥിരമായിട്ട് റെയ്ഡ്സ് നടത്തുന്നുണ്ടോ. ആൻഡ് ബാക്കിയെല്ലാ കാര്യങ്ങൾ നമ്മൾ വളരെ ശാസ്ത്രീയമായ രീതിയിൽ ചെയ്യുന്നുണ്ട്. ഈ പെരുമ്പാവൂർ അനസിനെ നാട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ടോ? എല്ലാ എഫേർട്സ് വിതിൻ ദ ലീഗൽ ഫ്രെയിംവർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. കൂടുതൽ അഭിപ്രായം ഇപ്പോൾ പറയാൻ പറ്റിട്ടില്ല. പക്ഷേ ഈ റെസ്റ്റ് അഷ്യൂർഡ് ഓൾ സ്ട്രിക്റ്റ് ആക്ഷൻസ് ആർ ബീങ് ടേക്കൻ. പോലീസിന്റെ ഓപ്പറേഷൻ ആഗ് ഹണ്ട് അത് ഊർജിതമായി തന്നെ ആലുവ റൂറൽ പരിധിയിലും നടക്കുന്നുണ്ട്. ക്യാമറാമാൻ ശ്യാംകുമാറിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി.